നമസ്കാരം. ഏത് ലോകരാജ്യത്തായാലും മാധ്യമ പ്രവർത്തകരാണ് വിഷയങ്ങൾ കുത്തിപ്പോക്കുന്നത്. മാന്യമായി പറഞ്ഞാൽ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന്, ഡൊണാൾഡ് ട്രംപ് എങ്ങോട്ട് തിരിഞ്ഞാലും ചുറ്റും ഒരു പട പോലെ കുറെ മാധ്യമ പ്രവർത്തകർ കാണും. അമ്മത്താറാവിന്റെ പിന്നാലെ കുട്ടിത്താറാവുകൾ ഓടി നടക്കുന്നത് പോലെ. ട്രംപിന്റെ പരിപാടികളിൽ വൈറ്റ് ഹൗസിൽ അടക്കം റിപ്പോർട്ടിങ്ങിന് അനുമതിയുള്ള US മാധ്യമങ്ങളുടെ പ്രതിനിധികൾ. ട്രംപിന് സ്വാഭാവികമായും ഡെയിലി ടൈം ടേബിൾ പ്രകാരം ചിലതൊക്കെ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് പറയാനുണ്ടാകും. അതെങ്ങനെ ചടിക്കറി പറയും? അതിനാണ് ഈ മാധ്യമപ്രവർത്തകർ, വൈറ്റ് ഹൗസ് അക്രഡിറ്റഡ് ജേർണലിസ്റ്റ്. വൈറ്റ് ഹൗസ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവർ ചോദ്യം ചോദിക്കും. കോഴി മുട്ടയിടുന്നത് പോലെ ട്രംപ് ഉത്തരമിടും. അങ്ങനെയാണ് ട്രംപിനോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി എന്തായി എന്ന്. ഭാവം കണ്ടാൽ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്താൽ അമേരിക്ക പരമ ദരിദ്രരാഷ്ട്രമായി വീണ്ടും മാറുമെന്നാകും തോന്നുക. ഉടനെ ട്രംപിന്റെ മറുപടി വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ സംസ്കരണ കമ്പനികൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നുള്ള റിപ്പോർട്ടുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യയുടെ തീരുമാനത്തെ നല്ല നടപടി എന്ന് വിശേഷിപ്പിച്ച ട്രംപ് പക്ഷേ ഈ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല. തനിക്ക് ഉറപ്പില്ലെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ ഇനി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ പോകുന്നില്ലെന്നാണ് താൻ കേട്ടത്, മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അതൊരു നല്ല നടപടിയാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ. റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണയും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യക്ക് അധിക തീരുവ ചുമത്താൻ US തീരുമാനിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രതികരണം. അതിനുള്ള മറുപടി ഇന്ത്യ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. F-35 വിമാനങ്ങളുടെ പേരിൽ. F-35 വേണ്ട, പകരം SU-57 മതി എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. അതിന് ട്രംപിന്റെ ഓശാരം വേണ്ട ഇന്ത്യക്ക്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്നും നിർബാധം ഡിസ്കൗണ്ടോടെ എണ്ണ ഇറക്കുമതി ചെയ്ത് അത് സഹിക്കാൻ വയ്യാതായ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇന്ത്യയെ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ബുധനാഴ്ച വ്യാപാര കരാറിൽ ഇന്ത്യയുമായി ഒരു അന്തിമ ധാരണ ഉണ്ടാകാത്ത ആ സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% അധിക താരിഫും ഒപ്പം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തതിന് പിഴയും ചുമത്താൻ ട്രംപ് തീരുമാനിച്ചത്. കാരണം ട്രംപിന്റെ ചിലവിലാണല്ലോ ഇന്ത്യക്കാർ ജീവിക്കുന്നത്. ഇതോടെ വിഷയത്തിൽ ഇന്ത്യ എടുത്തു ചാടി പ്രതികരിച്ച് കുളമാക്കുമെന്നായിരുന്നു ട്രംപിന്റെ വിചാരം. പക്ഷേ ഇത് ഇന്ത്യയാണ്, അമേരിക്കയല്ല. ന്യൂഡൽഹി ആകട്ടെ ട്രംപിന്റെ താരിഫും പിഴയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഓർഡറുകളിൽ കടക്കാനായിട്ട് ഇന്ത്യൻ എണ്ണ കമ്പനികളോട് ഒരൽപ്പം സാവകാശം എടുക്കാൻ കേന്ദ്ര മന്ത്രാലയം ആവശ്യപ്പെട്ടത്. ഇതിനെ വളച്ചൊടിച്ച് ഇന്ത്യൻ കമ്പനികൾ US ഭയന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി എന്നൊക്കെ പറയുന്നത് ട്രംപിന്റെ തനി ലാംഗ്വേജ് മാത്രം. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തി രാജ്യത്തെ പൊതുമേഖല എണ്ണ സംസ്കരണ കമ്പനികൾ എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്ന വാർത്ത. അത് ഒരു പരിധിവരെ ശരിയുമാണ്, മറ്റൊരു പരിധിയിൽ തെറ്റുമാണ്. യൂറോപ്യൻ യൂണിയന്റെ ഉപരോധവും അമേരിക്കൻ തീരുവയ്ക്കുമുള്ള പിഴയും ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ അമേരിക്ക എന്ത് തരം ഉപരോധം കൊണ്ടുവരും എന്നതിനെ ഇതൊക്കെ പഠിക്കാനാണ് ഇന്ത്യൻ എണ്ണ വിതരണ കമ്പനികൾ തൽക്കാലം റഷ്യയിൽ നിന്നും എണ്ണ ഇനി പുതിയ ഇന്ത്യൻ കൊടുക്കണ്ട, പുതുതായി വാങ്ങാൻ ഓർഡർ നൽകേണ്ട എന്ന് താൽക്കാലികമായി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം, മംഗളൂർ റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ഇവരെല്ലാം റഷ്യൻ എണ്ണയ്ക്കായി പുതിയ ഓർഡറുകൾ തൽക്കാലം ഇറക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്വന്തമായിട്ട് തീരുമാനമല്ല, അമേരിക്കയെ പേടിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതിന്റെ അർത്ഥം ഇന്ത്യ ട്രംപിനെ പേടിച്ച് റഷ്യൻ എണ്ണ വേണ്ടെന്ന് വെച്ച് പാകിസ്ഥാനിൽ നിന്നും അവർ ഊറ്റിയെടുക്കുന്ന പാട്ട എണ്ണ വാങ്ങാൻ തീരുമാനിച്ചൊന്നല്ല. എന്നാൽ അത് അങ്ങനെയല്ലെന്ന് ദിവസങ്ങൾക്കകം ഇന്ത്യ തന്നെ വ്യക്തമാക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച